ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം, അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞങ്ങളിതാ രണ്ടാം ദിവസം ആലപ്പുഴയിലേക്ക് എത്തി. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തി. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് ഇങ്ങനെ അവിടുത്തെ സ്ഥലം അങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു 11:30 മണി അങ്ങനെ 11:30-11:45 ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് എത്തി. ഹൗസ് ബോട്ടിൽ പിന്നെ അവിടെ ബുക്കിംഗ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പേ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടെല്ലാം ആണുങ്ങൾ എല്ലാവരും അത് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളെല്ലാം നോക്കാൻ പോയി എങ്ങനെയുണ്ട് നല്ല. പക്ഷേ നമ്മൾ നോക്കണമല്ലോ, അങ്ങനെ ചെക്കാക്കാൻ അവരെ പോയി തമ്മിൽ ഞങ്ങൾ ഇവിടുത്തെ നല്ലൊരു ക്ലൈമറ്റും നല്ല ബോട്ടിങ്ങും അങ്ങനെയെല്ലാം കണ്ടിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ആലപ്പുഴ അങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടില്ലേ, നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോയി കാണുമ്പോഴേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റായിട്ട് പോകുന്നത്, ഞാൻ ആലപ്പി ഹൗസ് ബോട്ടിലേക്ക് ഫസ്റ്റായിട്ട് പോകുന്നത്. ഞാനിങ്ങനെ ആദ്യമായിട്ട് മുമ്പോട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര പേടി. എന്തില്ലെങ്കിലേ ഇങ്ങനെ ബോട്ടിങ്ങിൽ തോണിയിൽ അങ്ങനെയെല്ലാം പോകുമ്പോഴേക്കില്ല എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇത് ഞാൻ പോകുമ്പോൾ വിചാരിക്കുന്നുണ്ടല്ലോ എന്താവോ പേടിച്ചിട്ട് എനിക്ക്. ഇപ്പം നമ്മളിങ്ങനെ ഈ പോകുമ്പോഴേക്കെല്ലാം ഇങ്ങനെ ഈ ബോട്ട് ഇങ്ങനെ ആടോ അങ്ങനത്തെ എല്ലാം ഒരു പേടിയായി. അങ്ങനെ അവരെല്ലാം നല്ല റെഡി ആയിട്ട് എല്ലാം ഡീലിംഗ് എല്ലാം ചെയ്തിട്ട് വന്നു. റെഡിയാക്കി തന്നത് നല്ല ഡിസ്കൗണ്ട് ആക്കി തന്നതിന് 15 രൂപ ബോട്ടായി പോകുന്നുണ്ട്. 4 രൂപ നമുക്ക് കാർഡുണ്ടല്ലോ, കാർഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു. കയറിയിട്ട് ഇതിൽ കയറിയിട്ട് അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിലെല്ലാം കയറി. ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ. എന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോഴൊക്കെയല്ലോ. അങ്ങനെ പിന്നെ നല്ല പറയുന്നത് നമുക്ക് ബോട്ടിൽ കയറിയിട്ട് നമുക്കില്ല, ബോട്ടിൽ കയറിയിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളെ ബോട്ട് എളി സ്റ്റാർട്ടായി. 12 മണിക്ക് സ്റ്റാർട്ടാണ്, പിന്നെ 6 മണിയാവുമ്പോൾ ഫുള്ള് കറക്കും. അപ്പോൾ ബോട്ടിൽ പോകുമ്പോഴൊക്കൊന്നുമില്ല, നമുക്കൊന്നും അറിയുന്നില്ല, ഇത് പോകുന്നുണ്ട് എന്തും അറിയുന്നില്ല. ഞാനല്ലോ പിന്നെ ഫ്രഷായത് ബോട്ട് ഇത് എടുത്ത് തമ്മാണ് ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയതല്ല. അപ്പോൾ നമുക്കൊന്നും അറിയാനില്ല, ഒന്നും ഒരു പോകുന്നുണ്ട് അങ്ങനൊന്നും ഒരു ഇതറിയുന്നൊന്നുമില്ല. അങ്ങനെ പിള്ളേരെല്ലതാ നല്ലതുപോലെ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നല്ല രസിച്ചിട്ട് ഉണ്ട്. നമുക്കും അങ്ങനെ നല്ല കാണുമ്പോൾ നല്ലൊരു ചേൽ. അപ്പോൾ ഈ സമയത്ത് നാട്ടിൽ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആട് അങ്ങനെ മഴയൊന്നും ഉണ്ടായത്, ചെറുങ്ങനെ ഒരു മൂടം പിടിച്ച പോലെ ഉണ്ടായിന്. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയായതിൻ്റെ ശേഷം നല്ല മഴ, കാറ്റ് വീശീന്, പിന്നെ മഴയും പെയ്തിന് ചെറുങ്ങനെ. ഇതാ നല്ലൊരു നല്ലൊരു എന്തോ ഒരു പാങ്ങനെ നമുക്ക്. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് കയറിയ തൊട്ടാണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ഹൗസ് ബോട്ടില്ല എന്തോ ഒരു നമുക്ക് ഇനിയും ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിലേ ഹൗസ് ബോട്ടിൽ തന്നെ പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. അങ്ങനെ 2:30 മണിയാകുമ്പോഴേക്കും നമ്മളുടെ നല്ല ചോറും പിന്നെ സാമ്പാറും മീൻ കറിയും പിന്നെ കേബേജ് തോരനും വേറെ പയറുപ്പേരിയും പിന്നെ പപ്പടം അച്ചാർ
നല്ല കരിമീൻ ഫ്രൈ ആക്കിയതും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല പാങ്ങില ചോറ് വെച്ച് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്തോ ഒരു ചേല് നാടൻ ചോറ് വയ്ക്കാൻ ഇങ്ങനെ ഇത് ബോട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ കഴിക്കുമ്പോഴല്ലേ നല്ല രസമുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴേക്കല്ലേ എനിക്കിപ്പോൾ പറയുമ്പോഴേക്ക് തന്നെ നല്ല ഒരു ഇതാണ് എന്തില്ലെങ്കിൽ ആ കഴിച്ചതിൻ്റെ ഒരു ചേല് പോയിട്ടേ ഇല്ല വായിന്ന്. പായസം ഇല്ലേ? ഇവർ രണ്ടാളിതാ ചൂണ്ടയിടാൻ തയ്യാറായി നിന്നിട്ടുണ്ട്. രണ്ടാളും മീൻ കിട്ടുമെന്ന് നോക്കണം. ഒരു ചോറ് വെച്ചിട്ട് ഇവിടെ കാറ്റോളാനിട്ടുണ്ട്. നല്ല അടിപൊളി ചോറ് വെച്ച് ഇതിനെ താഴെ നോക്കി മതി. അതോർ പറയുന്ന അങ്ങനെ ചോറെല്ലാം വേവിച്ചത് ഇങ്ങനെ ഈ കാറ്റ് കൊള്ളാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലേ പോയിക്കൊണ്ടുണ്ട്, ബോട്ടിൽ നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് വാങ്ങാം. പിന്നെ നമുക്ക് സ്നാക്സ് വാങ്ങാൻ ഷോപ്പിലേക്ക് അവിടെ ഇങ്ങനെ കരയിൽ ഷോപ്പുണ്ട്, എന്ത് വേണമെന്നുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് കാണുന്നത് കൊണ്ടാ എന്തെന്നറിയാമല്ല, എന്തോ ഒരു ശീലം തന്നെ നമുക്ക് കാണുമ്പോഴൊക്കെല്ലാം ഒരു നമുക്കിപ്പോൾ വീഡിയോയിലും അതിലെല്ലാം കാണുന്നല്ലാണ്ട് നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്, മനസ്സിലേക്കൊരു നല്ലൊരു സന്തോഷം വരുന്നു കാണുമ്പോഴേക്ക്. നല്ലൊരു സ്ഥലം, പിന്നെ പിള്ളേർ കുളിക്കുന്ന അങ്ങനെ ഇങ്ങനെയെല്ലാം കാണുമ്പോഴേക്കില്ലേ നല്ലൊരു മൂഡും ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും വെക്കും നല്ല ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പിള്ളേർക്കില്ലേ നമുക്ക് മീൻ പിടിക്കാൻ വേണമെങ്കിൽ കുറച്ച് നേരം അവർ നിർത്തിയിട്ട് തരുന്നേ, കരയിൽ നിർത്തി തരുന്നേ മീൻ പിടിക്കുന്ന സ്ഥലത്ത്. പക്ഷേ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാനെല്ലാം കുറേ നോക്കീന് മീൻ പിടിക്കാൻ, ചൂണ്ടയിട്ടത്ത് കുറേ നോക്കീന്, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഇതില്ലേ വീഡിയോ എഡിറ്റ് ആക്കണമെങ്കിലല്ല കുറേ ഉണ്ട്. നമുക്ക് കുറേ എന്തെങ്കിലും കുറേ വീഡിയോ എടുത്തിന്, കുറേ ഫോട്ടോ എടുത്തിന്. പിന്നെ ഓരോരോ സ്ഥലം എത്തുമ്പോഴേക്കില്ല നല്ല കാണാനത് നല്ലൊരു പെരയും ഇതെല്ലാം നമുക്കൊരു പുഴൻ്റെ കരയിൽ ഇങ്ങനെ നമ്മളെ നാട്ടിൽ പുഴ എന്നല്ലേ പറയല്. അപ്പോൾ ഇങ്ങനെ കരയിൽ ഇങ്ങനെ ചെറിയ പെരയും നല്ല വലിയ വലിയ വീടും പിന്നെ ബസ് സ്റ്റാൻഡ്, പുഴയിൽ ബസ് സ്റ്റോപ്പ് അങ്ങനത്തെ ഇതെല്ലാം കാണുമ്പോൾ ഇത് ബോട്ടിങ്ങിനുണ്ട് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇത് നമുക്ക് ഓരോരു ഫിലിമിലെല്ലാം കാണില്ല, ബോട്ടിലെല്ലാം പോകുന്നിങ്ങനെ ആൾക്കാർ, അങ്ങനത്തെ കുറേ ബോട്ട് എല്ലാം ഉണ്ടായിന്. അതെല്ലാം കാണുമ്പോഴേക്കല്ല നല്ലൊരു ചേല. അത് അവിടുത്തെ അവർ പറഞ്ഞത് KSRTC ബസ് എന്ന് പറഞ്ഞു, അവിടുത്തെ KSRTC ബസ് എന്ന്. അപ്പോൾ ഈ സമയത്തില്ല നല്ല പാട്ട് വെച്ചിട്ടുണ്ടത്. പാട്ട് പിന്നെ നമുക്ക് ഇതിലിടാക്കയല്ല, അല്ല കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ പാട്ട് വെച്ചിട്ട് നമുക്കില്ല നല്ല ഡാൻസും കളിയും നല്ല ക്ലൈമറ്റും കാണുമ്പോഴേക്ക് എല്ലാം നല്ല ഇത്. പിന്നെ വൈകുന്നേരം നമുക്ക് നല്ല അടിപൊളി ചായയും പിന്നെ പഴംപൊരിയും കിട്ടുന്നു. പഴംപൊരി അത്ര ടേസ്റ്റ് ഉണ്ടായിട്ട് എന്തില്ലെങ്കിൽ പഴംപൊരി നമ്മളെ നാട്ടിലെല്ലാം പഴം പൊരിക്കുമ്പോൾ എന്തോ ഇത് ചെയ്യലുണ്ട്. ആടുമ്പോഴേക്ക് ഒരു പച്ചപ്പഴം ഇങ്ങനെ പൊരിച്ചതുപോലെ ഉണ്ടായിന്. എന്നാലും നമുക്ക് ആടിനെല്ലാം കിട്ടുമ്പോൾ തിന്നാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു. നമ്മൾ പെരയുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ തിന്നിട്ടില്ലായിരുന്നു അതൊന്നും. അപ്പോൾ അതെല്ലാം അങ്ങനെല്ലാം കിട്ടുമ്പോഴേക്കല്ലേ നമുക്ക് മക്കൾക്കും അങ്ങനെ തന്നെ അവർക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് അവർക്ക്, അവരും അങ്ങനത്തെ ഒരു ഇതാക്കും. പിന്നെ ഇതാ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കില്ല, വൈകുന്നേരം ഒരു 4:30 മണി എങ്ങനെ അതിന് തോന്നും. അപ്പോൾ ഇതാ നമുക്ക് ചൂണ്ടയിടാൻ കൊണ്ടിട്ട് നിർത്തിക്കും. നമ്മൾ ബോട്ടിനെ കുറച്ച് സമയം കരയിൽ ഇങ്ങനെ നിർത്തിച്ചിട്ട് നമുക്ക് വേണ്ടത്ര ചൂണ്ടയിടാം, മീൻ പിടിക്കാം.
അങ്ങനെയല്ല അതിന് നമുക്ക് മീൻ പിടിക്കാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മീനൊന്നും നമ്മളതിലേക്ക് കിട്ടിയിട്ടാ ഉണ്ട്. പിന്നെ എന്തെല്ലെങ്കിൽ മാവും അടുത്ത ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും എല്ലാം കാലിയായിന്. മീനൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. പൊള്ളറാന്നെങ്കിലാ ഈ ചൂണ്ടനെ ഇളക്കിയിട്ടേ ഇല്ല. ചൂണ്ട കിട്ടിയ സമയത്ത് ചൂണ്ട കയ്യിൽ പിടിച്ചിന്, പിന്നെ വേരോളം ചൂണ്ട കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത്. രാത്രി വരെ ഓർക്കണില്ല, വരെ റെണിച്ചിട്ട് ചൂണ്ട ഇട്ടുകൊണ്ടുണ്ടായിന്. അങ്ങനത്തെ പിള്ളേരുണ്ടായിന്. അങ്ങനെ ചൂണ്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടായിട്ടില്ലേ, പിന്നെ ബോട്ട് കുറച്ച് തിരിച്ചിട്ട് നമുക്ക് ചായ, നല്ല അടിപൊളി ചായ വേണമെങ്കിൽ ചായ കുടിക്കുക, കാപ്പി വേണമെങ്കിൽ കാപ്പി തരുമെന്ന് അവർ പറയുന്നത്. ഏത് വേണ്ടതെന്ന് അവർ കേൾക്കുന്നു. നല്ല ചായയും പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പഴംപൊരിയും പിന്നെ ബ്രെഡ് പൊരിച്ചതും ഉണ്ടായിരുന്നു. പഴംപൊരി അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടാ, അത് പച്ചക്കായായെന്ന് തോന്നുന്നു. മറ്റുവെച്ചാൽ അങ്ങനെ ചായയെല്ലാം കഴിഞ്ഞതാ 6 മണിയാകുമ്പോഴേക്കില്ലേ പിന്നെ ബോട്ട് നിർത്തി. പിന്നെ കുറേ വീഡിയോ എല്ലാം ഉണ്ടായി, ഞങ്ങൾ സാധനം മേങ്ങുന്നെല്ലാം കട്ടായിപ്പോയി. അപ്പോഴേക്കില്ലേ നല്ല മഴ. മാഷാ അല്ലാഹ്, കണ്ട നല്ല മഴ. നോക്കിപ്പോൾ ഞങ്ങൾ ഇത്ര നേരം ഉണ്ടായിട്ടില്ലേ, 1 മണി മുതൽ ഇപ്പോൾ ഞമ്മ എത്ര മണിയായി, 6 മണിയാ, 6 മണിയോളം നമുക്ക് മഴ ഉണ്ടായിട്ടാ. ഇപ്പം നോക്കിയ നല്ല മഴ. കഞ്ഞിരുന്നോ. അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞതാ, നല്ല കാറ്റും മഴയെന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ബോട്ടിൻ്റെ പിന്നെ അതിൻ്റെ എന്താ പറയുന്നത് പ്ലാസ്റ്റിക് എല്ലാം ഒന്ന് വലിച്ച് കെട്ടി. അപ്പോഴേക്ക് നല്ല പാട്ടെല്ലാം വെച്ചിട്ട് ഞങ്ങൾ മഴയ്ക്ക്. അപ്പോൾ രാത്രി പിന്നെ 6 മണിയതിൻ്റെ ശേഷം ബോട്ട് എടുക്കല്ല, ബോട്ട് പിന്നെ കെട്ടി വെച്ച്. അപ്പോൾ പിന്നെ ഇതാ പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ ചൂണ്ട എത്ര 12 മണിക്ക് തുടങ്ങിയ ചൂണ്ട ഇടലാണ് ഓറ്. ഇതുവരെക്കും ചൂണ്ടയിടൽ നിർത്തിയിട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞ മൈദപ്പൊടിയും അവരുടെ മാവും എല്ലാം കഴിഞ്ഞ് കാലിയായി. ഒരു മീനെടുത്ത് മീൻ കൊത്തിയിട്ട് പോന്ന്, മൈദപ്പൊടി തിന്നിട്ട് പോന്ന്. പിന്നെ ചെറിയ ആളും അങ്ങനെ ഭയങ്കരത്തിൽ ചൂണ്ടയിടുന്നുണ്ട്. മാത്രമേ നമുക്കില്ല, ഭയങ്കര പേടിയാണ് കാണുമ്പോഴേക്ക്. ചെറിയ മോളുണ്ടത് കൊണ്ടില്ലേ എന്തെല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ജനലിൻ്റെ ഇടയിലെ കൂടിയിട്ട് കാലിട്ടിട്ട് താഴെ വീണാറുണ്ടോ, അങ്ങനത്തെ എല്ലാം പേടി. ഞാൻ പിന്നെ ഇങ്ങനെ ചൂണ്ടയിടുമ്പോഴേക്കില്ല അവരുടെ അടുത്ത് തന്നെ നിന്ന്. ഇങ്ങനത്തെ എല്ലാം ഒരു ഭ്രാന്ത്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല മക്കൾക്കെല്ലാം നല്ല കാണാനും നല്ലൊരു ഇതുണ്ട്. അപ്പോഴേക്ക് ഇത് 8:30 മണിയാകുമ്പോഴേക്ക് നമുക്ക് രാത്രിയത്തെ ഫുഡ് വന്ന്. നല്ല ചിക്കൻ മുളകിട്ടത് എന്ന് പറഞ്ഞാൽ അത്ര എരിവുണ്ട്, അത്ര ടേസ്റ്റും ഉണ്ട്. പിന്നെ ചപ്പാത്തി, പിന്നെ ചോറ്, പച്ചക്കറി, അച്ചാറ്, അങ്ങനെ ഐറ്റം രാത്രിയത്തെ നല്ല ഫുഡായിരുന്നു, നല്ല ഉണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് പിന്നെ കുറച്ച് സംസാരിച്ച് പിന്നെ ആദ്യം കുറച്ച് ചൂണ്ടല പിടിച്ച് പിന്നെ നല്ലതുപോലെ കിടന്നുറങ്ങി. 9:30 മണിയാകുമ്പോൾ കിടന്നിട്ട് ഉറങ്ങി. പിന്നെ രാവിലെ ആയതറിഞ്ഞിട്ട് രാവിലെ ബോട്ട് സ്റ്റാർട്ടാക്കുമ്പോഴാണ് ഇസാറായത്. നമുക്ക് കുറച്ച് നേരമല്ലേ രാവിലെ എണിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ പിന്നെ എടുത്ത സ്ഥലമില്ലേ ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവെക്കും. അപ്പോൾ നമ്മളുടെ ചായ പിന്നെ അപ്പോൾ എല്ലാം റെഡിയാവും. പിന്നെ ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്ക് തന്നെ അന്ന് പിന്നെ കഴിഞ്ഞിന് ചെക്കൗട്ടായിന്. 9 മണിയാകുമ്പോഴേക്ക് പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു, മൂന്നാർ അങ്ങനെ സ്ഥലത്തേക്ക് പോകാനുണ്ടായതുകൊണ്ട് ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്ക് തന്നെ അന്ന് കഴിഞ്ഞിന്. 9-9:30 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അന്ന് കഴിഞ്ഞിന്.
അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ രാവിലെ 8 മണിയല്ല വീട്ടിൽ വെക്കുന്നത് ഒരു മുട്ട കഴിച്ചു ബാ 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 അങ്ങനെ രാവിലെ ചായ എല്ലാം കുടിച്ച് നല്ല അടിപൊളി ചായ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ മുട്ട പൊങ്ങിയതും ബ്രെഡും ജാമും ചായയും നല്ല നല്ല ഫുഡായിരുന്നു. നല്ല രാത്രിയത്തെയും ഉച്ചക്കത്തെയും രാവിലത്തെയും എന്നെല്ലാം എനിക്ക് നല്ല അടിപൊളി ഫുഡാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ലൊരു ചേലുണ്ടായിന്. ഇൻഷാ അല്ലാ ഇനിയും ഹൗസ് ബോട്ടിലൊക്കെ വരണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.